അതിലത്തെ ലാസ്റ്റ് ഡേ ആണെന്ന്. ഇനി മുതൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ കൂടെ എന്തായാലും ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നൈസ് സ്ഥലമാണ് കേട്ടോ. അതായത് നല്ലൊരു റിസോർട്ടാണ്. അധികം കാശുമില്ല. ഇതിൻ്റെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അത് നമുക്ക് ഒരു ഗെറ്റ് അവേ അല്ലെങ്കിൽ ദുബായിലുള്ളവർക്ക് ഇതെന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പൂളും ഒക്കെ ചെറുതാണ്, ജിമ്മും ചെറുതാണ്, പക്ഷേ വൈബ് നൈസാണ്. നല്ല ഹോസ്പിറ്റാലിറ്റി നല്ലതാണ്, സർവീസും നല്ലതാണ്. അപ്പോൾ പിന്നെ DIP 1 വരുന്നത്. ഈ ഏരിയയിൽ അധികം ട്രാഫിക് ഒന്നുമില്ല, ഇങ്ങോട്ട് എത്താൻ മാത്രമുള്ള ഒരു ട്രാഫിക്, ബാക്കിയൊക്കെ ഓക്കെയാണ്. അപ്പോൾ അടിച്ചു പൊളിക്കുക ഇതേപോലെ അവസരങ്ങൾ കിട്ടുമ്പോൾ. ഇത് ഹോട്ടലിലോട്ടുള്ള വഴിയാണ്. ഇത് കാണുന്നത് ഇവിടുത്തെ ഒരു മാളാണ്, ഷോപ്പിംഗ് മാള്. അതിൽ തന്നെ കണക്ഷൻ ഉണ്ട്, അതിൽ തന്നെ നല്ലൊരു വ്യൂവിലോട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ റൂമിൽ നിൽക്കാത്തവർക്ക് ഈ മാളിൽ വന്നാലും ഈ സൈഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കിണ്ണം ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. ഹോട്ടലിൽ തന്നെ നിൽക്കണമെന്നൊന്നുമില്ല. പിന്നെ റിസപ്ഷൻ ആണെങ്കിലും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പൂളിലത്തെ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതൊക്കെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ട് കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതേപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇവിടെ മാക്സിമം ആഴം ഇത്ര തന്നെ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ മുങ്ങുന്നുള്ള പേടിയില്ല. പിന്നെ നമുക്ക് അതിൻ്റെ പേടി അല്ലെങ്കിലും ഇല്ലല്ലോ, നമുക്ക് നീന്താൻ അറിയാലോ. ഓക്കെ, എല്ലാവരും നീന്തൽ പഠിക്കുക. എല്ലാവരും നല്ല ഇതേപോലെ മറ്റേ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ്, എല്ലാവരും ഇതേപോലെ സ്റ്റേ ഒക്കെ കിട്ടുമ്പോൾ പൂളിലൊക്കെ കുളിക്കാൻ നോക്കുക. കാരണം നമ്മൾ എല്ലാത്തിനും കൂടിയുള്ള കാശല്ലേ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം എൻജോയ് ചെയ്യണ്ടേ. നമ്മുടെ വീട്ടിലെന്തായാലും പൂളില്ല, പൂളുണ്ടാകുമ്പോഴൊക്കെ കുളിക്കാം. ഓക്കെ ഗൈസ്. പിന്നെ ഇതേപോലെ എപ്പോഴും കുളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനുള്ള അധ്വാനിക്കലും കൂടി അധ്വാനിക്കണം കേട്ടോ. പവർ വരട്ടെ ഗൈസ്. കിണ്ണം കുളിയും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോകാനുള്ള പരിപാടിയിലാണ്. ഇനി ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകണം. പിന്നെ അവിടുന്ന് എനിക്ക് എൻ്റെ റൂമിൽ ഒന്നുകൂടി പോകേണ്ടി വരും. എയർപോർട്ടിൽ പോണത് എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ടാക്കാനാണ്. അവിടുന്ന് എൻ്റെ റൂമിൽ പോയിട്ട് വീണ്ടും എയർപോർട്ടിൽ പോയിട്ടാണ് നമ്മൾ നാട്ടിലോട്ടുള്ള ഫ്ലൈറ്റ്. രാത്രിയാണ് നമ്മൾ നാട്ടിലെത്തുള്ളൂ. ദുബായ്, ടാറ്റ ബൈ ബൈ. ഇതെന്തിനാ ഇടക്കിടക്ക് കുറേ വട്ടം പറഞ്ഞെങ്കിൽ, സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട്, പക്ഷേ ഈ ദുബായ് വിടുന്നതിൽ കുറച്ച് സങ്കടമുണ്ട്. കാരണം ഈ നാട് എനിക്ക് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു, അല്ലെങ്കിൽ എന്താ പറയുക, കുറേ എക്സ്പീരിയൻസ് ഉണ്ടാക്കി തന്നു. എനിക്ക് എന്താ പറയുക, കുറേ സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ സ്കൈ ഡൈവിങ്ങിൽ എനിക്ക് കുറേ സമ്പാദിക്കാൻ പറ്റി. കാരണം ഞാൻ ഇവിടെ വരുമ്പോൾ 100 ജമ്പ് പോലും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ 214 ജമ്പായി. പിന്നെ ദുബായ് ലൈസൻസ് എടുത്തു. അങ്ങനെ കുറച്ച് അച്ചീവ്മെൻറ്റ്സ് കുറേയാണ്. അതിൻ്റെ ഇടയിലത്തെ വെക്കേഷനിൽ പോയിട്ടാണ് പാരാഗ്ലൈഡിങ്ങും സ്കൂബയും ഒക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയത്. അതൊക്കെ ദുബായ് കാരണം തന്നെയാണ്. അത് എന്നും ഈ മനസ്സിലുണ്ടാവും. പിന്നെ പൂർവാധികം ശക്തിയോടെ നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും ദുബായിലോട്ട്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഈ പരിപാടി, ഇനിയും ചെയ്യാൻ പോണ പരിപാടിയും നമുക്ക് സ്പീഡപ്പ് ആക്കാൻ പറ്റും. വേറെ ഒന്നല്ല, സ്കൈ ഡൈവിങ് ഇൻസ്ട്രക്ടർ ആവാനുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ജീവിക്കണമെന്ന് അറിയാലോ. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും കൂടി കൂടെ കൂടുകയാണെങ്കിൽ നമുക്ക് ആ പരിപാടി ഫാസ്റ്റ് ആക്കാം.